അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഭക്തർക്ക് സൗകര്യമൊരുക്കാൻ കോർപ്പറേറ്റുകൾ മത്സരിക്കുന്നുവെന്ന് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അദാനിയും അംബാനിയും ITCയും ഹാവൽസും ഡാബറും എല്ലാം ഒരു വിധത്തിലാണ് ചടങ്ങിൻ്റെ ഭാഗമായിരിക്കുന്നത്. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ അയോധ്യയിലെത്തുന്ന ഭക്തർക്ക് സൗകര്യങ്ങളൊരുക്കാൻ രാജ്യത്തെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മത്സരിക്കുകയാണ്. ഭക്തരുടെ മൊബൈൽ ഫോണുകൾ തടസ്സരഹിതമായി ലഭിക്കുന്നതിന് റിലയൻസ് അയോധ്യയിൽ 4G 5G ടവറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതിനൊപ്പം ചടങ്ങിനെത്തുന്ന എല്ലാവർക്കും സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കും. അദാനി വിൽമറിന്റെ ഫോർച്യൂൺ ബ്രാൻഡ് 7 ദിവസങ്ങളിലായി 25,000 ജിലേബികൾ അയോധ്യയിൽ സൗജന്യമായി വിതരണം ചെയ്യും. ശ്രീരാമന് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരപലഹാരമായിരുന്നു ജിലേബി. ഫോർച്യൂണിന്റെ ലോഗോയുടെ രൂപത്തിലാണ് ജിലേബികൾ. അയോധ്യയിൽ 10 പലഹാരക്കടകൾ തുറക്കുന്നതിന് പുറമെ 5,000 പേർക്ക് പ്രസാദവൂട്ടും നടത്തും. ഡാബർ ഇന്ത്യ ജനുവരി 19 മുതൽ 31 വരെ വിൽക്കുന്ന തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ലാഭത്തിന്റെ ഒരു വിഹിതം രാമജന്മഭൂമി ട്രസ്റ്റിന് കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്ത് സുഗന്ധം പരത്തുന്നതിനായി 5 അടി ഉയരമുള്ള ചന്ദനത്തിരികളുള്ള ഖുശ്ബു പദും ഡാബർ ഉണ്ടാക്കിയിട്ടുണ്ട്. ITC തങ്ങളുടെ ധൂപ് എന്ന സുഗന്ധ ധൂപ ഉൽപ്പന്നം 6 മാസത്തേക്ക് സൗജന്യമായി നൽകും. പ്രതിഷ്ഠാദിനത്തിൽ പ്രസാദമുണ്ടാക്കാനുള്ള നെയ്യ് നൽകുന്നത് നോവ ഡയറിയാണ്. 100 ടൺ നെയ്യാണ് നൽകിയത്. ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന് സമീപം പ്രകാശവിധാനങ്ങൾ ഒരുക്കിയത് ഹാവൽസ് ഇന്ത്യയാണ്. കൊക്കക്കോള റിവേഴ്സ് വെൻഡിംഗ് മെഷീനുകളും ഭക്തർക്ക് വസ്ത്രം മാറാനുള്ള ഇടങ്ങളും കൂളറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഊബറാകട്ടെ അയോധ്യയിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ സേവനം ആരംഭിച്ചു കഴിഞ്ഞു. റിസർച്ച് ഡെസ്ക് 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.